ഇന്ന് നമ്മൾ ഈ പ്രോൺസ് വെച്ചിട്ട് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ടൈപ്പ് നല്ലൊരു പ്രോൺസ് ചില്ലി മസാല കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പ്രോൺസ് ഒന്നിങ്ങനെ മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള പ്രോൺസിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് തരിതരിയായിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഡാർക്ക് സോയാ സോസ്, പിന്നെ കുറച്ച് മൈദ 3 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടിംഗ് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മുട്ടയും അതുപോലെ തന്നെ ആ ഒരു മൈദയും കോൺഫ്ലവർ എല്ലാം കൂടെ നല്ല രീതിയിൽ ആ ഒരു ചെമ്മീനിൽ കോട്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോഴാട്ടോ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാൻ മറന്നുപോയത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ തന്നെ ആദ്യമേ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സാധാരണത്തെ പോലെ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഓരോന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാം കൂടെ നമ്മൾ ഇടുമ്പോൾ ആ ഒരു കോൺഫ്ലവർ ഒക്കെ ചേർത്തുകൊണ്ട് ഒരുമിച്ച് വരും. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് കുറച്ച് സമയം ഒന്നിങ്ങനെ ഇളക്കാതെ വെക്കുക, അല്ലെങ്കിൽ ആ സ്പൂണിലൊക്കെ കോൺഫ്ലവർ പറ്റും കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് ഏകദേശം ഒന്നിങ്ങനെ മുരിഞ്ഞ സമയത്ത് നമ്മൾ മറച്ചിട്ടിട്ട് ഒരുപാട് സമയം അങ്ങനെ ആക്കിയെടുക്കരുത്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ പെട്ടെന്നൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു സെയിം എണ്ണയിൽ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മുരിഞ്ഞ സമയത്ത് നമ്മളിതിലേക്ക് 3-4 വറ്റൽമുളക്, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്. അപ്പോൾ പച്ചമുളക് ഒരു 4-5 ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് എരിവിന് പ്രത്യേകിച്ച് ഇതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കുരുമുളകും പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മളിതാ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള, പിന്നെ നമ്മളെ കയ്യിൽ ക്യാപ്സിക്കം 2-3 കളേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇവിടെ റെഡും ഗ്രീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളിത് ഇതുപോലെ കട്ടയായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കൂട്ടി വെക്കാം. അപ്പോൾ ആ ഒരു ക്യാപ്സിക്കൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആവുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രോൺസും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ 1-2 മിനിറ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ സോയാ സോസ്, അതുപോലെ തന്നെ റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് മാത്രം വിനാഗിരി, ഇത്രയെല്ലാം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ഒരു സോയാ സോസും ചില്ലി സോസും എല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഒന്നിങ്ങനെ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു പ്രോൺസ് ചില്ലി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളിതിലേക്ക് കുറച്ചുകൂടെ കളറൊക്കെ ചേർക്കണമെങ്കിൽ അതിൽ ആ ഒരു പ്രോൺസിനൊക്കെ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് കളറുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടതാണ്, ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അതുപോലെ ചില്ലി സോസ് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതി.